പാടിടുന്നു. യെരൂശലേമിൽ നിന്നാവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൽ നിന്നാവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴൊഴിയും. ഭാഗ്യതലമി പരിമള സ്ഥലം നീ. ഭാഗ്യതലമി പരിമള സ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം നീയണങ്ങില്ലേ. ദുഃഖം വിചാരം പ്രയത്നം നീയണങ്ങില്ലേ. യെരൂശലേമിൽ ഉണ്ടാവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൽ ഉണ്ടാവിടെ എപ്പോൾ ഞാൻ വന്നു ധരണിയിലെ പാടും കേടും എപ്പോഴൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴൊഴിയും. രാവുമന്താരം വെയിൽ സീതാവുമങ്ങില്ലേ. രാവുമന്താരം വെയിൽ സീതാവുമങ്ങില്ലേ. ദീപതുല്യം ശുദ്ധരംഗോ ശോഭിച്ചിടുന്നേ. ദീപതുല്യം ശുദ്ധരംഗോ ശോഭിച്ചിടുന്നേ. എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൽ ഉണ്ടാവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴൊഴിയും. ധരണിയിലെ പാടും എപ്പോഴൊഴിയും. മതിൽ പൊന്നും മാണിക്യങ്ങൾ മതിൽ പൊന്നും മാണിക്യങ്ങൾ. 12 നിൻ വാതിലുകളും നിന്നമ്മത്തല്ലോ. 12 നിൻ വാതിലുകളും നിന്നമ്മത്തല്ലോ. യെരൂശലേമിൽ ഉണ്ടാവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൽ ഉണ്ടാവിടെ
യെരൂശലേമിൽ ഈമാവൂരേ എന്നോ ഞാൻ വന്നു ചേരും യെരൂശലേമിൽ ഈമാവൂരേ എന്നോ ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും എപ്പോൾ ഞാൻ വന്നു ചേരും എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഒഴിയും ധരണിയിലെ പാടും കേടും എപ്പോൾ ശ്രേഷ്ഠനാട ശ്രേഷ്ഠനാട കൂട്ടമരങ്ങൾ കാട്ടുവാനി മേയില്ലാത്ത കൂട്ടമരങ്ങൾ യെരൂശലേമിൽ ഈമാവൂരേ എപ്പോൾ ഞാൻ വന്നു ചേരും യെരൂശലേമിൽ ഈമാവൂരേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഒഴിയും ധരണിയിലെ പാടും കേടും ശബ്ദം മേയറിയൂടെ ശബ്ദം മേയറിയൂടെ പോവതു നീരാവൃക്ഷം നിൽപ്പതും മോടി വൃക്ഷം നിൽപ്പതും യെരൂശലേമിൽ ഈമാവൂരേ എപ്പോൾ ഞാൻ വന്നു ചേരും യെരൂശലേമിൽ ഈമാവൂരേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഒഴിയും ധരണിയിലെ പാടും കേടും എപ്പോൾ
എപ്പോൾ ഞാൻ വന്നു ചേരും. എപ്പോൾ ഞാൻ വന്നു ചേരും. പാടും കേടും എപ്പോൾ ഞാൻ സ്തുതി പാടാന് ഞാൻ സ്തുതി പാടാൻ വരും ഭവാൻ ഇരിക്കണം വരെയും ആരെയും ഭവാൻ ഇരിക്കണം എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധാരണിയിലെ പാടും കേടും എപ്പോൾ ഒഴിയും. ധാരണിയിലെ പാടും കേടും എപ്പോൾ ഒഴിയും. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനുള്ള മധ്യമായ ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഇറങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കലും ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താനത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ആസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് ഭയമുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാരെന്ന വരിയിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന വരിയിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തുന്നതിനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനെ അവർ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതേ കഴിഞ്ഞുപോയി, ഇതാതെ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചു വിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി
സ്ഥാനാപതികളായി ദൈവത്തോടെ നിരന്നുകൊള്ളുവനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതേ ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വർഗയാത്ര ചെയ്യുന്നു നേരം മാത്രം എന്റെ യാത്ര ഇപ്പോൾ ഈ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം പ്രാർത്ഥിച്ച് ഈ റൂമിൽ നിന്ന് പുറത്തെ പന്തലിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. ക്ലേശസമ്പൂർണ്ണ മാമീ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ രക്ഷകനാകും ആത്മാവേ മാടേല വിശ്രമം പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയിൽ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമായ നാട്ടിൽ വന്നവനും ഗുരുവാനിക്കുന്ന വായ്പുമാവുന്ന വിവരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകും ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കട്ടെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകും ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കട്ടെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകും ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കണമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാ ഞങ്ങളോട് കരുണയും നമസ്കാരേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. തിരുവിശ്വാസത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോദിഷ്ടം രക്ഷിച്ചോളണമേ. രാജ്യശക്തി മഹത്വം എന്നേക്ക് ഞങ്ങളാകുന്നു. ആമീ. പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് നീ സ്ത്രീകളിൽ വായ്പകളാകുന്നു. ദുരിതമായ നമ്മുടെ കർത്താവ് വായ്പകളാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പുലപ്പോഴും മനസ്സമയത്തും ദൈവങ്ങളെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീ. പാപനോട് രക്ഷിക്കാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ,
അനിത്യമായ ഈ ലോകത്തിൽ നിന്റെ കരുണയിലുള്ള ശരണത്തിൽ നീ വാങ്ങിപ്പോയിരിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രിയ മാതാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം അവൾക്ക് സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോൽമക്കാരോടുകൂടെ വിളങ്ങിയിരുത്തണമേ. എന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നതുമാകുന്നു. ഉത്തമനും മനുഷ്യരെ സ്നേഹിതനുമായ പിതാവും പുത്രനും പരിശുദ്ധമായ ഏകദൈവമേ, നിനക്കെന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ശുഭോലോകോലം നിൻകൃപയിൽ മരണമരങ്ങളുദാസീയമേ. ജീവാസ്വരമേ രക്ഷകനെ നിൻഗാത്രത്തെ പക്ഷിച്ചോന്നേ. വിലയേറോകാശാപാനം ചെയ്തു മൃഗരായോരെ നാശം ചണിയേണം നോക്കും മൃദല ജീവിപ്പാലിരുമല്ലോ രാജ മുഗലഘോഷിത ഈടോന്നോ നയവാൻമോൻ കോമ്പിനാദം കേട്ടി അങ്കിയണി എതിരേൽപ്പാനായി പോയി മുറിയോറാകെ മേലെ ന്യൂവാദാറേ. അനുഗ്രഹങ്ങളെ കുറിച്ച് മരിച്ചു എല്ലാവരെയും അയച്ചു പോലെ കൊണ്ടുപോകണമേ. പ്രാർത്ഥിക്കണമേ. ഒന്നും മരിച്ചതാകുന്നു വാഴ്ത്തപ്പെട്ടതാകുന്ന ശരീരങ്ങളോ ആത്മാക്കളും ശരിയാക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം ഭവനത്തിൽ നിന്ന് പുറത്തെ പന്തലിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ മുറിക്കുള്ളിൽ നിൽക്കുന്ന ആളുകളെ ദയവായിട്ട് പുറത്തോട്ട് ഇറങ്ങി അത് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ, മറ്റുള്ളവർക്ക് അത് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് ഈ മുറിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ പന്തലിലേക്ക് ഇറങ്ങി നിൽക്കണമേ എന്ന സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തിട്ട് ഇത് ക്രമീകരിക്കാനുള്ള ആളുകളെ മുൻപോട്ട് കടന്നു വന്ന് ഭൗതിക ശരീരം പന്തലിലേക്ക് ഇറക്കി വെക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഇവിടെ മുറിക്കുള്ളിലുള്ളവരെ പുറത്തേക്ക് ഇറങ്ങിക്കൊടുക്കുക.
പൈതൽ പ്രായം മുതൽ പിന്നീട് എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ പിന്നീട് എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലേറാശയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലേറാശയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ കൂടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ കൂടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കോടാകോടികളും എല്ലാം ചമറ്റിവൻ എല്ലാത്തിനും വേണ്ട തിന്നാൻ നൽകി. കോടാകോടികളും എല്ലാം ചമറ്റിവൻ എല്ലാത്തിനും വേണ്ട തിന്നാൻ നൽകി. സൃഷ്ടികൾക്കും ആനന്ദകാരണങ്ങൾ ദുഷ്ടന്മാർക്കേറ്റവും ഭീകരൻ. സൃഷ്ടികൾക്കും
സ്തുതിക്കു വേണ്ടി ദൈവമക്കൾക്കുള്ള ശ്രേണി പരിലസിക്കും സർവത്തും രോഹിയിൽ അതുപതിപാലമായ ചേർന്നിടുന്നു വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നാലും ചേർന്നിടുന്നു പരസുതനെ ചേർന്നിടുന്നു പരസുതനെ ചേർന്നിടുന്നു പരസുതനെ എന്നായ ചേർന്നിടുന്നു മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടൻ ആനന്ദിപ്പാൻ മമകൾ പാരം കോരിച്ചിടുന്നേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു അന്ധതയില്ലാതെ ദൈവ തേജസ്സാൽ മിന്നുവിടെ അന്ധതയില്ലാതെ ദൈവ തേജസ്സാൽ മിന്നുവിടെ തവ വിളക്കം ദൈവത്തിൽ കൊണ്ടാടിയേ അളവിനെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു കഷ്ടതയില്ലാതെ ദൈവഭക്തരിൽ വിശ്രമമേ കഷ്ടതയില്ലാതെ ദൈവഭക്തരിൽ വിശ്രമമേ പുകത്തിരുകും പുത്തൂരുശലീമേ തിരുമാറില്ലെന്ന് ചേരിടുവോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലമതി ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലമതി ഇരുകരയും ജീവനും ക്ഷോഭനും പരിലസിക്കും ദൈവത്തിൽ ഉദ്യാനമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ
സ്വതമുഴങ്ങും ശാലയിൽ എന്നും ചേർന്നിടും പരസുതനെയും ചേർന്നിടും പരസുതനെയും ചേർന്നിടും പരസുതനെയും ചേർന്നിടും കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണാകൾ മീട്ടിടുന്ന കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണാകൾ മീട്ടിടുന്ന സുരവരുടെ ചർമ്മം പാടിടുവാൻ പുരുമോദം പാരം വാനവരും സ്തുതിനാദം സ്വതമുഴങ്ങും ശാലയിൽ വാനവരും സ്തുതിനാദം സ്വതമുഴങ്ങും ശാലയിൽ എന്നും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു പരസുതനെയും ചേർന്നിടുന്നു. അല്പകാലം മാത്രം ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് എൻ പ്രയാണകാലം നാലുയരം ആയതിൻ പ്രതാപം കഷ്ടമാത്രം എൻ പ്രയാണകാലം നാലുയരം ആയതിൻ പ്രതാപം കഷ്ടമാത്രം ഞാൻ പറന്നേകം പ്രിയനോട് ചേരും വിമഹിമ പ്രാപിച്ചു വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നേകം പ്രിയനോട് ചേരും വിമഹിമ പ്രാപിച്ചു വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം വിഭൂലവാസം സ്വർപ്പൂരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുവാനും പാടുപെട്ട യേശുവിന്റെ നിന്നെ ചുമക്കാൻ പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുവാനും പാടുപെട്ട യേശുവിന്റെ നിന്നെ ചുമക്കാൻ നിൽക്കുന്നവരും ഇന്നിവിടെ പോർക്കളത്തിലത്രയും നിൽക്കാവേണ്ട പോർപ്പൊരുത് യാത്ര തുടരാം ഈ യാത്ര തുടരാം നിൽക്കുന്നവരും ഇന്നിവിടെ പോർക്കളത്തിലത്രയും നിൽക്കാവേണ്ട പോർപ്പൊരുത് യാത്ര തുടരാം ഈ യാത്ര തുടരാം അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണെന്റെ നിത്യമാവീട് എന്റെ
കാഠിന്യമം ശോധനേ ഞാനും ചെയ്തൂരേ. നാടുവിട്ടു വീടുവിട്ടു നാമാശ്രയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനേ ഞാനും ചെയ്തൂരേ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്രമായി കാരുണ്യവൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്രമായി കാരുണ്യവൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണെന്റെ നിത്യമവിടെ, എന്റെ നിത്യമവിടെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണെന്റെ നിത്യമവിടെ, എന്റെ നിത്യമവിടെ. ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം. അതിനകത്ത് നോക്കി വായിച്ചാൽ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ ഉങ്ങളുടെ സൃഷ്ടിയ നീ പുതുതാ കീടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അവരപരാഹത്തിൻ്റെയും വിസഹ ഉടയും യാക്കോബിനുടയോ അടിയിൽ പാർക്കണമേ. വന്നവനും വരുവാനും മൃഗപ്പൻ ഉയരും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഏലേശല്ലച്ചൻ ദൈവവചനത്തെ തുടർന്ന് ആശ്വാസവചനങ്ങൾ നമ്മോട് പറയുന്നതാണ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വിജയജേശൻ, ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ
ഈ പ്രിയപ്പെട്ട മാതാവിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ദാസിക്ക് അന്ത്യയാത്രാ മംഗളങ്ങൾ നേരുവാനുമായി കടന്നു വന്നിരിക്കുന്ന ബന്ധുജനങ്ങളെ, സ്നേഹിതരെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും നാമത്തിലുള്ളതായ പ്രാർത്ഥനാ നിർഭരമായ അനുശോചനം വളരെ വിനയത്തോടുകൂടി കുടുംബാംഗങ്ങളാകുന്നു നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ മരണവാർത്ത പത്രത്തിൽ നിങ്ങളെല്ലാവരും കണ്ടു. കറ്റോട്ടെ ആ മരണത്തെക്കുറിച്ച് കുന്നിരിക്കലും അറിയാമ 95 വയസ്സെന്നാണ് പത്രത്തിൽ എഴുതുന്നത്. ദൈവത്തിന്റെ വലിയ കൃപയാല് 95 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് മക്കളെയും അവരുടെ മക്കളെയും കണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ദൈവ തിരുസന്നിധിയിലേക്കാണ് ഈ മാതാവ് യാത്രയാകുന്നതെന്ന് ഓർക്കുമ്പോൾ സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ കൊച്ചമ്മ അടുത്ത കാലത്ത് രോഗിയായിരുന്നപ്പോൾ ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമ്മിൽ പലർക്കും വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ളതായ അവസരങ്ങൾ ദൈവം നൽകിത്തന്നു. ദൈവ തിരുവചനം പഠിക്കുമ്പോൾ ദീർഘായുസ് എന്ന് പറയുന്നത് നീതിമാന്മാർക്കുള്ള ഒരു അനുഗ്രഹമാണ്. ഈ പ്രിയപ്പെട്ട ദാസി ആദ്യം വള്ളംകുളത്താണ് വിവാഹം കഴിച്ച് വന്നതെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് വന്ന് താമസിച്ച് ദൈവം കൊടുത്തതായ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിച്ചു. കൊച്ചമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാതൊരു പരിഭവമില്ലാത്തതായ ഒരു സൗമ്യയായ സ്ത്രീ. ആരെങ്കിലും കൊച്ചമ്മയോട് വന്ന് സംസാരിക്കുമ്പോൾ കൊച്ചമ്മയ്ക്ക് പരിചയമുള്ള എല്ലാവരെയും കുറിച്ച് ചോദിക്കുമായിരുന്നു. ബലഹീനായി ഞാൻ ഈ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ എപ്പോൾ കണ്ടാലും ഞങ്ങളുടെ അടുത്തുള്ളതായ എല്ലാ ആളുകളെക്കുറിച്ചും ചോദിക്കും. അങ്ങനെ ആ സ്നേഹബന്ധങ്ങൾ പുതുക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായ ഒരു കൃപ ദൈവം ഈ ദാസി കൊടുത്തിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. അവരുടെയൊക്കെ നന്മകൾ കണ്ടു, അവരുടെ മക്കളുടെ നന്മകൾ കണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രിയപ്പെട്ട ദാസി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അടുത്ത നാളുകളായിട്ട് വലിയ ബോധമില്ലാതെ കിടന്നുവെങ്കിലും നമ്മൾ വിചാരിക്കും ഇത്രമാത്രം വലിയ ഒരു അവസ്ഥ എന്താണ് വന്നതെന്ന്. പലപ്പോഴും അതൊക്കെയും ദൈവത്തിന്റെ നിശ്ചയങ്ങളാണ്. ദൈവ തിരുവചനം നാം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ലാസർ രോഗിയായി കിടന്ന സമയത്ത് മാർത്തയും മറിയും അവിടെ ആളയച്ച കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കുന്നു, ദീനമായി കിടക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവമക്കളായി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ കഷ്ടത വരും, രോഗം വരും, ഭാരം വരും, പ്രയാസം വരും. പ്രിയ കൊച്ചമ്മയ്ക്കും ജീവിതത്തിൽ അങ്ങനെയുള്ളതായ അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും തന്നെ തളരാതെ നല്ല പ്രത്യാശയോടുകൂടി ദൈവം കൊടുത്തതായ ആ മക്കളെയൊക്കെ വളർത്തി അവരുടെ നന്മകൾ കാണുവാനുള്ളതായ ദീർഘായുസ് ദൈവം കൊടുത്തു. കൊച്ചമ്മയുടെ മൂത്ത മകൻ പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞുമോൻ ഏബ്രഹാമിന്റെ കുര്യൻ കറ്റോട്ട് പള്ളിയിലെ മാതൃകാപരമായ ഒരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. കുഞ്ഞുമോന് ഒരു രോഗിയാണ്. എങ്കിൽ തന്നെയും കറ്റോട്ട് ഇടവകയിൽപ്പെട്ടതും അവനെ അറിയുകയും ചെയ്യുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് കുഞ്ഞുമോന് ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോഴും ജീവിക്കുന്നത്. അത് കുഞ്ഞുമോൻ നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ ഭാര്യ വരതയായ മോളിക്കുട്ടി ടീച്ചർ രോഗിയായിരുന്നപ്പോഴും ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. എങ്കിലും ആ ദാസി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കൊച്ചമ്മയ്ക്കുള്ളതായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 മക്കളുടെയും ഭാര്യമാരെ ഒരുപോലെ സ്നേഹിക്കുവാനും
ഈ രണ്ട് കുടുംബങ്ങളും അവിടെ രാവിലെയും വൈകിട്ടും പോയി ഓടി ഓടി നടന്ന് അവരെ ശുശ്രൂഷിക്കുവാൻ, അവരുടെ കാര്യങ്ങളൊക്കെ അറിയുവാനുള്ളതായ എല്ലാ ആരോഗ്യമുള്ളതായ സമയങ്ങളിൽ ദൈവം കൊടുത്തു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ മകളായി, പ്രത്യേകിച്ച് ഈ വിശുദ്ധ കറ്റോട്ട് സെന്റ് മേരീസ് ജ്ഞാനായപ്പള്ളിയുടെ ഏറ്റവും അടുത്തുള്ളതായ വീടുകളിൽ ഒന്നായ ഈ വീട്ടില് താമസിച്ച് കൊച്ചമ്മ പള്ളിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു ദാസിയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളാകുന്ന കുഞ്ഞുമോനോടും പുതുപ്പച്ചനോടും ഓർപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ അധികമായി ദുഃഖിക്കേണ്ടതായ ആവശ്യമില്ല. നിങ്ങളിന്ന് മഹാഭാഗ്യവാന്മാരാണ്. പത്രങ്ങളൊക്കെ വായിക്കുന്നതായ സമയത്ത് എത്രയോ ദുഃഖകരമായ മരണവാർത്തകളാണ് നാം കേൾക്കുന്നത്. നിലത്തിരിക്കാത്തതായ നാഴികയിൽ ഇന്നലെയും നാം കാണുകയുണ്ടായി, കാർ ഓടിച്ചുകൊണ്ടിരുന്നതായ ഒരു കുടുംബം, അവരുടെ ഭർത്താവ് സൗദി അറേബ്യയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചെങ്കിലും 1 മിനിറ്റ് കൊണ്ട് ആ ചമ്പക്കുളത്ത് വെച്ച് അവര് മൃതശരീരമായി മാറുകയാണ്. അങ്ങനെ പടുമരണങ്ങൾ നടക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അമ്മയ്ക്ക് എത്രയോ അനുഗ്രഹങ്ങൾ കൊടുത്തു. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് ദൈവം കൊടുത്തതായ നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ദാസിയെ യാത്രയയക്കണം എന്നുള്ള കാര്യം ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ദൈവ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യവിശ്വാസികളായ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കളായി ജീവിക്കുന്ന എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അവര് നിത്യജീവന്റെ അംശയായി തീരുകയാണ്. അവർ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. എന്താണ് ഈ വചനം? വചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് കേൾക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അങ്ങനെ ദൈവത്തെക്കുറിച്ച് കേൾക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതായ ഒരു ദൈവ പൈതലിനുള്ളതായ അനുഗ്രഹമാണ് നിത്യജീവൻ. അവനെക്കുറിച്ച് താഴെ എഴുതിയിരിക്കുകയാണ്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രിയപ്പെട്ട കൊച്ചമ്മ ജീവൻ, അതായത് കുഞ്ഞാടാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുകയാണ്. അബ്രഹാമിയ മടികളില് ഞങ്ങളുടെ പരേതരെ ആശ്വസിപ്പിക്കണമേ എന്ന് സുറിയാനി സഭയിലെ മക്കളായ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രിയപ്പെട്ട ദാസി അവിടേക്ക് പോവുകയാണ്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്കായിട്ടാണ് പോകുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ പ്രാരംഭം നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാനായി പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരുന്നു. അതിൽ ആ 10 കന്യകമാരുടെ ഉപമ നമുക്കറിയാമെന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവര് തങ്ങളുടെ വിളക്കോടുകൂടി എണ്ണ കരുതിയിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്തവരും കരുതുന്നു. പക്ഷെങ്കിൽ അവർക്ക് മണവാളൻ വന്നപ്പോൾ കത്തിച്ച് അവനെ എതിരേൽക്കുവാൻ കഴിഞ്ഞില്ല. അവര് ബുദ്ധിയില്ലാത്ത കന്യകമാര് എണ്ണ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ കടന്നു വന്നു. അപ്പോൾ എണ്ണയുണ്ടായിരുന്ന ആ 5 കന്യകമാര് അവരുടെ വിളക്ക് തെളിയിച്ച് അവര് മണവാളനോടുകൂടി തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവര് മണവാളനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. കല്യാണ സദ്യ എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം! തിരുവചനത്തിലെ വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുകയാണ്, കുഞ്ഞാടിന്റെ കല്യാണത്തിനായി ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട കൊച്ചമ്മ കഴിഞ്ഞകാല ജീവിതത്തില് ഏത് ദൈവത്തെ ആരാധിച്ചിരുന്നോ, ഏത് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നോ, ഏത് ദൈവത്തിന്റെ മകളായി ജീവിച്ചിരുന്നോ ആ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ഈ പ്രിയപ്പെട്ട ദാസി പോവുകയാണ്. അവിടെ ചെന്ന് ഈ ഒന്നിരിക്കൽ കുടുംബത്തിൽ നിന്ന് കടന്നുപോയതായ സത്യവിശ്വാസികളായ പരേതരോട് ചേർന്ന്
അബ്രഹാമി മടികളിൽ വസിച്ച് ദൈവത്തിന് ഹല്ലേലൂയയുടെ പാട്ടുകൾ പാടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോഴൊക്കെ ഓർക്കാനുള്ളത്, എല്ലാം സന്തോഷത്തിൻ്റെതായ അവസരങ്ങളാണുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സന്തോഷമാണ്. അതുകൊണ്ടാണ് തിരുവചനം നാം വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്ന സകലതും നന്മയായി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് തന്നെ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിപ്പാൻ കഴിയാത്തതായ മഹത്വമേറിയതായ ആ സ്വർഗരാജ്യത്തിലേക്കാണ് ഈ പ്രിയദാസി പോകുന്നത്. അതോർക്കുമ്പോൾ നമ്മളുടെ ദുഃഖങ്ങൾ മാറും. ഇന്നല്ലെങ്കിൽ നാളെ ബലഹീനായ ഞാനും ഇവിടെ ഈ പ്രിയ കൊച്ചമ്മയെ അന്ത്യയാത്രാമംഗളങ്ങൾ അയക്കുവാനുമായി കടന്നു വന്നിരിക്കുന്ന നാമം ഇതുപോലെ ഒരു അവസരത്തിൽ ഈ ലോകത്തിൽ നാം മാറ്റപ്പെടുന്നവരാണ്. ഇന്ന് കൊച്ചമ്മ ഭാഗ്യവതിയായി കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് ഈ യാത്ര അയക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നമ്മളോട് ഈ ദാസിയുടെ ആത്മാവ് പറയുകയാണ്, വാത്സല്യ സഹോദരങ്ങളെ, മക്കളെ, എനിക്ക് ദൈവത്തിന്റെ കൃപയാല് 95 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഇടയായെങ്കിലും ആ കാലഘട്ടങ്ങളിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിലുള്ള എന്റെ ആശ്രയം കൊണ്ട് ഞാനിപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. നിങ്ങളും ഇത് ഓർക്കണം. പലപ്പോഴും നമുക്കൊക്കെ അറിയാമല്ലോ, അനേക മരണഭവനങ്ങളിൽ ബഹുമാനരായ വൈദികരും സുവിശേഷകരും ഒരുപോലെ പ്രസംഗിക്കുന്നതായ ഒരു വാക്യമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതാണ് നല്ലത്. വിരുന്ന് വീട്ടിൽ പോകുമ്പോൾ നാം അതിൻ്റെതായ സന്തോഷത്തിൽ ആഹ്ലാദിക്കും. എന്നാൽ വിലാപഭവനത്തിൽ പോകുമ്പോൾ നമുക്കും ദൈവമേ ഇങ്ങനൊരു അവസ്ഥയുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതുപോലെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കൽ ഏവനും മരിക്കും നിശ്ചയമെന്നാണ് പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ളതായ എല്ലാ ദേഹിയും മരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ കൊച്ചമ്മ പോകുന്നതായ സ്ഥാനത്ത് ദൈവമക്കളായ നമുക്കും അവിടെ ചെന്നെത്തണം. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ തിരുവചനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചത്. സിദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവവുമായി ബന്ധപ്പെട്ട് ആ ദൈവവും നാമുമായി ഒരുമിച്ച് ജീവിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, അവൻ ന്യായവിധി ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ നിത്യജീവന്റെ വലിയ അനുഗ്രഹം ദൈവമക്കളാകുന്ന നമുക്കൊക്കെ കർത്താവ് നൽകിത്തരുന്നതിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകവുമായി നമുക്ക് ഏറ്റവും അടുത്ത് ഇടപെടാം. അത് നമ്മുടെ ധ്യാനമായിരിക്കട്ടെ, നമ്മുടെ ജീവനായിരിക്കട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നാമും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ തിരുവചനം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആത്മാവിനെ നേടുന്ന മക്കളായി നമുക്ക് ജീവിക്കാം. ഈ പ്രിയപ്പെട്ട ദാസിക്ക് ദൈവം കൊടുത്തതായ അനുഗ്രഹിക്കപ്പെട്ട ദീർഘായുസ്സിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവ തിരുസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നല്ലവളും വിശ്വസ്തവുമായ ദാസി എന്ന് വിളിച്ചു കേൾക്കുവാനും ബുദ്ധിയുള്ളതായ കന്യകമാരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലേക്ക് പ്രവേശിപ്പാനുള്ളതായ ഭാഗ്യം ഈ ദാസിക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളോട് വളരെ വിനയത്തോടെ അനുശോചനം അറിയിച്ചുകൊണ്ടും ഇനി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവ തിരുനാമ മഹത്വത്തിനായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇടവയുടെ സുവിശേഷം കൂടിയായിരിക്കുന്ന തോമസ് മംഗലത്ത് അവരുകളിപ്പോൾ ദൈവത്തിന് ആശ്വാസ വചനങ്ങളെ ചുരുക്കമായി പറയും. അതിനെ തുടർന്ന് ഭവനത്തിൽ വെച്ചുള്ളതായ സമാപന ശുശ്രൂഷ നടത്തി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് മംഗലത്ത് ദൈവത്തിൽ നിന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഈ കുടുംബത്തിലെ ഉള്ളവരെയും അവരുടെ ബന്ധുമിത്രാദികളോടും ഉള്ള അനുശോചനം ആദ്യം തന്നെ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ആയുസ്സിന്റെ പൂർണ്ണത, ആ പൂർണ്ണതയെയും കവിയുന്ന ഒരു ജീവിതമാണ് ഈ മാതാവിന് ദൈവം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഇവിടെ ദുഃഖത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ലോകത്തിലെ കഷ്ടതകളിൽ നിന്നൊക്കെയും മോചനം പ്രാപിച്ചിട്ട് സ്വർഗീയമായിട്ടുള്ള സൗഭാഗ്യങ്ങളുടെ തീരത്ത് ഈ അമ്മയെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിലപിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നാം സ്തോത്രം ചെയ്യുകയാണ്, സന്തോഷിക്കുകയാണ് വേണ്ടത്. അജ്ഞാതനായിട്ടുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, അവരെ നീ ഞങ്ങൾക്ക് തന്നു, ഇപ്പോൾ ഞങ്ങൾ അവരെ നിനക്ക് നൽകുന്നു. നീ അവരെ ഞങ്ങൾക്ക് തന്നപ്പോൾ അവർ നിനക്ക് നഷ്ടമായില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഈ മാതാവിനെ അവിടുത്തെ കൈകളിലേക്ക് ഫലമേൽപ്പിക്കുമ്പോൾ അവരെ ഞങ്ങൾക്ക് നഷ്ടമാകുന്നില്ല. ആത്മാക്കളെ സ്നേഹിക്കുന്ന പിതാവേ, അവിടുന്ന് തരുന്നത് ലോകം തരുന്നത് പോലെയല്ലല്ലോ. അവിടുന്ന് തരുന്നത് തിരികെ എടുക്കുന്നില്ല. ഞങ്ങൾ അങ്ങേക്കുള്ളവരാകയാൽ അങ്ങേക്കുള്ളതെല്ലാം ഞങ്ങളുടേതും കൂടെയാണ്. ജീവിതം നിത്യമാണ്, സ്നേഹം അനന്തമാണ്, മരണം ഒരു ചക്രവാളം മാത്രം. ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ദൂരത്തിന്റെ അതിർത്തി മാത്രമാണ് ഒരു ചക്രവാളം. കുറച്ചുകൂടെ ദൂരം കാണത്തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ കൂടുതൽ വിശാലമാക്കണമേ. കൂടുതൽ തെളിമയോടുകൂടി കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ കൂടുതൽ തെളിയിക്കണമേ. അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് കൂടുതലായി അടുപ്പമുള്ളവരാണ്, സമീപസ്ഥരാണ് എന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങളെ അവിടുത്തെ പക്കലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കണമേ. ആമേൻ. ഇപ്രകാരമാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, വിലാപത്തെ ദുഃഖത്തിലെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന പാതയെന്ന് പറയുന്നത് നമ്മളെ പിരിഞ്ഞ, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ആ ഒരു പ്രത്യാശയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ അതിമഹത്തായിട്ടുള്ള ഒരു പ്രത്യാശയാണിത്. ഈ മൺകൂടാരം പൊളിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. സങ്കടങ്ങളും ദുരിതങ്ങളും കണ്ണുനീരും നിറഞ്ഞ ഈ ലോകത്തിലെ ജീവിതം വാസം അവസാനിക്കുമ്പോൾ കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഓർക്കണമേ, അന്ന് കാഹളം ധ്വനിക്കുമ്പോൾ അതേ ശോഭിതരായിട്ടുള്ള വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒന്നുചേരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കാണപ്പെടും എന്നുള്ളത് അതിനു മുമ്പേ നിങ്ങൾ ഉറപ്പിക്കുമോ? നമ്മുടെ പ്രിയപ്പെട്ടവർ, വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, വീണ്ടും ജന്മം പ്രാപിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ഒന്നിച്ചു കൂടുന്ന ഒരു മഹാസുദിനമുണ്ട്. അന്ന് ആ നിത്യതയുടെ തീരത്ത് കയ്യിൽ ഓടാത്ത കിരീടമായി കർത്തനെ എതിരേൽക്കുന്ന ആ വലിയ സമൂഹത്തില് ഞാനും കാണും എന്നുള്ള ആ വിശ്വാസവും പ്രത്യാശയും നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദുഃഖത്തിന്റെ വേദനകളെ ഒക്കെയും മരണത്തെ നേരിടുവാൻ ഒരു പ്രയാസമില്ലാതെ ഈ ലോകത്തിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് പ്രത്യാശയെ ജയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ പൗരത്വം ഈ ലോകത്തിലല്ല, സ്വർഗത്തിലാണ്. പലപ്പോഴും നാം വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ തന്ത്രപ്പാടുകളിൽ, ഈ ലോകത്തിലെ മോഹങ്ങളിൽ ആകർഷിക്കപ്പെട്ടിട്ട് ഇവിടുത്തെ ധനമൊക്കെ സമ്പാദിക്കുന്നതിനുള്ള ആ പാച്ചിലില് നമ്മളിപ്പോഴും അതൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഓർക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കണമേ,
ഒരുവൻ ചെയ്തു നല്ലതായാലും തീയതായാലും അതിന് തക്കതായിട്ടുള്ള പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ അച്ഛന്മാരും അല്ലെ തിരുവേനിമാരും ഒക്കെ പ്രാർത്ഥിച്ച് അതെ നമ്മളെ അങ്ങ് സ്വർഗത്തിലേക്ക് എന്ത് പാപം ചെയ്താലും അങ്ങ് അയക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് ആ തെറ്റിദ്ധാരണ മാറ്റണമേ. കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം, അതെ അവനെ സംബന്ധിച്ചിടത്തോളം മരണമില്ല. അതാണല്ലോ കർത്താവ് പറഞ്ഞത്, അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ അതെ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതെ ഇതന്നെയാണ് മാർത്തയോടും സഹോദരന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ വിലപിച്ച മാർത്തയോടും മറിയയോടും കർത്താവ് പറഞ്ഞ്, അതെ എന്നിൽ വിശ്വസിക്കുന്നവരെ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരെ ആരും ഒരു നാളും മരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യാശയോടുകൂടി ജീവിക്കുവാന്, ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കുവാന് നമുക്ക് സാധിക്കട്ടെ. ഈ മാതാവിന് പ്രത്യാശാപരമായിട്ടുള്ള ഒരു യാത്രയെ നൽകുവാന് ഇടയാകട്ടെ. ഈ മാതാവിന്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ സുവിശേഷ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സുവിശേഷ സമാജത്തിന് വളരെയധികം കൈത്താങ്ങൽ നൽകുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം. അപ്പോൾ സുവിശേഷ സമാജത്തിന്റെ നാമത്തിൽ ഞാൻ സുവിശേഷ സമാജത്തിന്റെ എല്ലാവിധ അനുശോചനങ്ങളും അർപ്പിക്കുന്നു. കൂടാതെ ഈ അച്ചായി വാസ്തവത്തിലെ ഈ ബൈബിൾ സൊസൈറ്റിയുടെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകയോ കമ്മിറ്റിയിലൊക്കെയും ഉണ്ടായിരുന്നു. അച്ചായിയുടെ ഭാര്യ മോളിക്ക് രോഗം കഠിനപ്പെട്ടപ്പോൾ അച്ചായി എന്നെ കൂടെ അതിനകത്ത് ചേർക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ആ പ്രവർത്തനം ഇപ്പോഴും ചെയ്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ബൈബിൾ സൊസൈറ്റി ഞാൻ വിവരം ആ ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി അറിയിക്കുകയുണ്ടായ അനുശോചനം അറിയിക്കുവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ളതായ സമാപന ശുശ്രൂഷ നടത്തുകയാണ്. ശുശ്രൂഷയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. കർത്താവേ നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട ഭക്തരായി മരിച്ചോ കരുളണമേ നല്ലോമാ നിന്റെ മഹത്വമോദിക്കണമവർ വലഭാഗത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായും സ്തുതിയിലേക്ക് തന്നെ ആകാശവും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം കൊണ്ടുപോയി പരിശുദ്ധമായ കർത്താവിന്റെ നാമത്തിൽ വന്നു നൽകാൻ വാഴ്ത്തുണങ്ങാതെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുസ്തകത്തെ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. അനുഗ്രഹം ചെയ്യണമേ. അനുഗ്രഹം ചെയ്യണമേ. നിങ്ങൾക്ക് സ്തുതി ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രവേശിപ്പിക്കുന്നത്
നമുക്ക് സമാധാനം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തകർമ്മയാൽ വേർപെട്ടുപോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മനസ്സിലാക്കാതെ കാണപ്പെടാത്ത അന്ധകാല സൈന്യങ്ങളും ഈ ദാസിയുടെ ആത്മാവിനെ നീ വേണ്ടിക്കൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഹോശോ ബബുകൂലസുബാലവൽമേ من شبهنا دول بروه الروح قديسه ولم أعظم ولم والمين آمين حوض الرحمين وصل من كبر وقيم تعالى شعب الله عليهم أرميس من قرب موت عريقون النسكوز وذلو شيليون شبك الأولا ملمس من غالو ബറക്മോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ഹൃദയം പ്രവേശിയും മാഞ്ഞുപോകുന്നില്ല എന്നുള്ള ഉന്നതിയും സദാനേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവനെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ വേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. തന്റെ നാസിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ വഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുമാളുകളിലും നേരമെല്ലാം കാലങ്ങളുടെ സമയങ്ങളിൽ ആയുസിന്റെ നാളെല്ലാം സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമായ ലാഭമാരോടുകൂടെ വരുവാൻ ഇരിക്കുന്നവനുമായ മെസ്സിഹാ തമ്പുരാനേ, സംഖ്യാതീതമായ നിലകളും നിലകളും 10,000 തിരുമുമ്പാകെ പരിഭ്രമിച്ച് നിറച്ചുകൊണ്ടു നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോധന്മാരും സ്ഥിരമുള്ള ഗുണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ദ്രമായ ശബ്ദത്തെ നീ പ്രവസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദ്യബോധം ഒഴിഞ്ഞു പോവുകയും ഭൂമിയും ദ്രവിച്ചു ചേർന്നുപോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവിന്റെ നിലയിലെ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ മനമനാൽ പ്രവർത്തിച്ചതിനെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമയനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിങ്ങളുടെ പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള ഗുരുവായതുകൊണ്ട് അരുളിച്ചേർന്നതായ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറണമേ. ഞങ്ങളും ഞങ്ങളുടെ പ്രേതരുമിന്റെ വലത്ത് ഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കർമ്മയെ കാണുകയും തനിക്കും തന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബക്കുള്ള സുബാലകളിൽ നിന്നും അനോഹോന കാവൽ ഹോസോയോ ഔബേവൽ ശുഭകരത്തോഹേ ഭദ്രവനോ നഗരകവാടം വഴിയായി ഞാൻ പോകും കേട്ടേനൊരു നാഥൻ ശ്രദ്ധിച്ചോ ജന്നരികെ നേറ്റം ഖേദം തോന്നും നിനവത്തെ ലളിതകവരന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും പാടുന്നു സമേതം ചോദിച്ചേൻ കേഴും എന്തേവം സുന്ദരരേവയോടെന്തിന പാടിടാനോ മൂട മിണ്ടാതെ ഒരു സൗന്ദര്യം പാഴായി പോയിടും ലോകൻ പോഷ സുഭഗതേ മരണമശേഷം കാലത്ത് തെളിവാകം സൂര്യതുല്യ കൊടിയന്മേണ്ട് മഞ്ഞിനുതുല്യമേ സൗന്ദര്യം സന്ധ്യ വേളയത് വാടിടുമ്പോയിനുതുല്യം ബാളത്ത് വാഴാം രൂപത്തിൽ കലിയുഗ കർത്താവ് ജീവൻ തേജോ വസനം അതിനെ അനീചിരമേ സർവാദീശസ്തോത്രം സ്തോത്രം ബാറക്മോ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവും തിരുസന്നിധിയിലേക്ക് നേടിത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്നതായി ദൈവം കൈക്കൊണ്ട് സ്വർഗീയ ഊർസ്ലമിൽ മോഹനീയ വാസസ്ഥലത്ത് ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകുന്നതായ മുഖപ്രസന്നതയ്ക്ക് ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. സമാധാനം കൈക്കൊള്ളുക കന്മഷമെല്ലാം മോചിക്കായി വിളവിരിക്കരുത് നാദ നിർമായ അപരാധികളാശീടും മരത്തിരയായി കൽപ്പനകാതവരോടൊപ്പം ശോഭനമണവരപ്പൂവേണം ബാരക്കുമോ സ്രഹോലാബോലബ്രോവൽ റോഹോക്കാദീസോ ആമൃതേലി വെളിയേണ്ടാമൃതരായോർമേൽ അവരുടെ മേൽതല്ലില്ല അധികാരവും അവകാശമതും ബലവാന
നാം സ്രഷ്ടാവരെ വിസ്തരണം സാക്ഷാൽ അവകാശികളുണ്ട് സുതരും ദാസരും അവരല്ലോ നിന്ദകളിലുള്ളവരെ ദേവം സ്വർഗമഹാരാജം അഞ്ചീടാമരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം ചെയ്യുന്നത് തേടും വിധിയോർത്തഞ്ചേടും ഞാൻ ബാറിക്കുമോ ബോലബോറോവൽ റോകാദീശോ ദൈവാദാനത്തെ നാടായി സ്വർഗമലത്വം ജീവൻ നിന്നെ വളർത്തായി ചേർത്തേണം മുറിയോറാഹി മേലൂത് കാന്തി മുഖത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഗജേ പുനരുദ്ധാനത്തിൽ വ്യാകുലലോകമതേ വിഷയമതായി ആദിമകാലത്തെ മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പേ ശാവൃത്തം വേർവേരെയും നാൾ വരെയും നാരികളത്യധികം വിതയിൽ നാൾ പോക്കി വേദനയോട് സുതരെ പ്രസവിച്ചിടും ജീവൻ പോയി പോയം മാതാവേ നോക്കിടുമാശരി നടുവേ ഉയരുന്നു തായില്ല പരവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൻ രോധിച്ചിടുന്നു രാവം കേൾക്കുന്നോരില്ല അവരോടൊപ്പം കരയും ദൂതൻ ചാരേവാൻ എന്നെ കൊണ്ടിക പോയി മാരകമാത്താൻ എന്നെ പ്രേമമേറ്റി നഗളാൽ മർദ്ദിച്ചാങ്ങൾ കാഴ്മി വടിമോനാലെന്നെ താടിച്ചാൻ ഞാനാശ്രയതി ഞാനയ്യോ ദീന നിസ്രേഷ്ടിയനാഥ കൃപയാൽ ഓരോദാകരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയെ നവമാക്കിടണം അതിബന്ധം വേറായി മേരണ്ടായി
പാപം മായിക്കുക ദോഷ സത്യമേഴം വിധിൻ നാളിൽ പാടണം പരിശുദ്ധന്മാരോ പിറണിൻ സ്തുതിഗീതം വന്നവനും വരുവോനും നല്ലൂരം ശരീര മക്കൾ പാടണമേ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഇതിന് തുല്യം അവരുടെ നാളുകളോ ഹാലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാറിക്കുമോ ോലം മാതാം മെൻമോലം മരണമടഞ്ഞൊരു ദാസനേ ജീവാസരമതു നോക്കണമേ കബറിയുദ്യാനീനായി സ്തോമൻകാലസ്കുറിയായി പാനായി പോയി രഘുലത്തിന്റെ പരിശോധനേ അബ്രഹാമിന്റെ സാദിന്റെ യാക്കോവിന്റെ മുലയോടെ നീ പ്രാർത്ഥിക്കണമേ ഒന്നും ജനരാമൻ വാഴ്ത്തുടനാകുന്ന ശരീരങ്ങളുടെ ആത്മാക്കളും ശരിയാണ് ചെലവനാകണമേ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഭവനത്തിന് വെച്ചിട്ടുള്ളതായ ശുശ്രൂഷകള് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്നുള്ളതായ ശുശ്രൂഷകൾക്കായിട്ട് ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കർമ്മദാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല ദൈവദാസന്മാരും വൈദികരെ ഓർമ്മപ്പെടുത്തിയതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഈ കർത്തദാസ് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ വിലയേറിയ തിരുശരക്തങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഈ കർത്തദാസയ്ക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. അങ്ങനെ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രണ്ട് മക്കളും പ്രത്യേകിച്ച് അവര് കറ്റോട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അച്ചായിയെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂളിലെ ഹെഡ്മാസ്റ്ററായിട്ട് നിസ്തുല്യമായ സേവനം ചെയ്യുന്ന ആ രണ്ട് അമ്മച്ചിയുടെ രണ്ട് മക്കളെയും പ്രത്യേകമായി ഓർക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ മക്കളും ഇപ്പോഴും കത്തോട്ട് പള്ളിക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന മക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് തിബിനെ സംബന്ധിച്ചിടത്തോളം അബുദാബി പള്ളിയുടെ ശുശ്രൂഷയിൽ വളരെ ഭാഗമാക്കാകുന്ന തിബിൻ ആ ദേവാലയത്തിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ആ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഏലിയാസച്ചൻ കടന്നു വന്ന് അനുശോചനം അറിയിക്കുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ആ ഭവനാംഗങ്ങളോടുള്ള അനുശോചനം കറ്റോട് സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയുടെ നാമത്തിലുള്ള എല്ലാ ഭക്തസംഘടനകളുടെ നാമത്തിലുള്ളതായ അനുശോചനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അനുകൂലമായ കാലാവസ്ഥയാണ്. സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ദേവാലയം വളരെ സമീപത്ത് തന്നെ ആയതുകൊണ്ട് വാഹന ക്രമീകരണങ്ങളില്ല. നമ്മൾ
നമ്മൾ എല്ലാവരും ഒറ്റ ലൈനായിട്ട് നടന്ന് ദേവാലയത്തിലേക്ക് കടന്നു പോകുവാൻ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ദേവാലയത്തിലേക്ക് ലൈനായിട്ട് കടന്നു പോവുകയും ഏറ്റവും പിന്നിലായിട്ട് മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള മൃതശരീരം എടുത്തുകൊണ്ട് പോകുവാൻ ഏറ്റവും പിന്നിലായിട്ട് ബഹുമാനപ്പെട്ട വൈദികർക്ക് പോകുവാൻ തക്കവണ്ണം മേക്കെട്ടി പിടിച്ചിരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹീതമായ രീതിയിൽ ഈ കർത്തദാസിക്ക് ലോകത്തു നിന്ന് നമ്മൾ യാത്രയപ്പ് നൽകുമ്പോൾ സ്വർഗീയ മാലഹമാര് ഈ കർത്തദാസിയെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന അനുഭവമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന, ഇവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാവരും ലൈനായിട്ട് ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ലൈനായിട്ട് നിൽക്കുക. ഏറ്റവും മുൻപിലായിട്ട് മരക്കുരിശ് പിടിക്കുക, ഒറ്റ ലൈനായിട്ട് ദേവാലയത്തിലേക്ക് പോകുക. ഏറ്റവും പിൻപിലായിട്ട് മൃതശരീരവും അതിനേറ്റവും പിൻപിലായിട്ട് മേക്കട്ടിയും പിടിച്ച് ക്രമീകരണം ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തും. ഇപ്പോൾ അടുത്ത ബന്ധുക്കളായിട്ടുള്ളവർക്ക് ചുംബനം കൊടുക്കുവാനുള്ള സമയമാണ്. പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടി നീ പുതുതാക്കിടണമേ.